ജമാഅത്തെ ഇസ്ലാമിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് ന്യൂസ് 18നോട് വെളിപ്പെടുത്തി അമീർ പി മുജീബ് റഹ്മാൻ. 2011-ൽ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിലായിരുന്നു ചർച്ച. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി. ഇത് നിഷേധിക്കാൻ പിണറായിക്ക് ധൈര്യമുണ്ടോ എന്നും ന്യൂസ് 18 കേരളം സീനിയർ അസോസിയേറ്റ് എഡിറ്റർ ജിമ്മി ജെയിംസിന് നൽകിയ അഭിമുഖത്തിൽ മുജീബ് റഹ്മാൻ ചോദിച്ചു. ഇത്തരം പിന്തുണ പ്രഖ്യാപനം ഏകപക്ഷീയമായിരുന്നോ അതോ തമ്മിൽ ചർച്ച ചെയ്തിട്ടാണോ? CPM നേതാക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നോ, നിങ്ങൾ അങ്ങോട്ട് പോയോ? രണ്ടു കൂട്ടരും പരസ്പര സൗകര്യമുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തതിനു ശേഷമാണ് പിന്തുണ കൊടുത്തത്. CPM-ന് മാത്രമല്ല, ഇരു മുന്നണികൾക്കും ജമാഅത്തെ ഇസ്ലാമി നാളിതുവരെ പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടോ? തെളിവുകളുണ്ട്. ഞാൻ കോൺഫിഡൻഷ്യലി നടന്ന ചർച്ചകൾ ഒരു ഉത്തരവാദപ്പെട്ട ഒരു സംഘടന എന്നുള്ള അർത്ഥത്തിൽ എല്ലാം വെളിപ്പെടുത്തുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഒരൊറ്റ വിഷയം മാത്രം ഞാൻ പറയാം. 2011-ലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ്. ചർച്ചയിൽ പങ്കെടുത്തത് അന്നത്തെ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ ടി ആരിഫ് അലിയാണ്. മറുഭാഗത്ത് നിന്ന് പങ്കെടുത്തത് പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയനാണ്. ജമാഅത്തെ ഇസ്ലാമി CPM-നെ പിന്തുണച്ചതിന് പാർട്ടി രേഖകൾ തന്നെ ധാരാളമാണ്, നിയമസഭാ രേഖകൾ ധാരാളമാണ്. അഥവാ പാർട്ടി രേഖ വളരെ കൃത്യമായിട്ട് ദേശാഭിമാനി പത്രം, നിയമസഭാ രേഖയിൽ ശ്രീ ആര്യയുടെ മുഹമ്മദിന് കോടിയേരി ബാലകൃഷ്ണൻ കൊടുത്ത മറുപടി, പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയതിൻ്റെ വീഡിയോ കട്ടിങ്സ് എന്ന് തുടങ്ങി നിരവധി തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഡോക്യുമെന്റഡ് ആയിട്ട് വിഷ്വലായിട്ടും പ്രിന്റഡ് ആയിട്ടും നമ്മുടെ മുമ്പിലുണ്ട്. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണാം ഇന്ന് രാത്രി 8:30-ന്.